പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. മഹാനാകുന്ന മർഹൂം ശൈഖുന തഴവ ഉസ്താദ് എൻ്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ വഫാത്തായിട്ട് 30 വർഷമായി. അതിനും 10-15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചാൽ മവാഹിബുൽ ജലീൽ അഥവാ 45 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാകുന്ന മവാഹിബുൽ ജലീൽ കറാമത്തെന്നോണം ഇന്നത്തെ സമൂഹത്തിന്റെ തോന്നിവാസം അന്നേ എഴുതി വെച്ചു. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. എത്ര കറക്റ്റാണ്. ഇന്ന് പണമുള്ളതാകുന്ന ആളുകൾ മാത്രമല്ലടോ, പൈസ ഇല്ലാത്ത ആളുകൾ പോലും കടമെടുത്ത് ലോൺ എടുത്തിട്ട് ഈ തോന്നിവാസം കാണിക്കാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണക്കാരായ ആളുകൾ പേക്കൂത്ത് കാണിക്കുമ്പോ സ്വന്തം മകളുടെ കല്യാണം, മകന്റെ കല്യാണം, കോടിക്കണക്കിന് പൈസ ചെലവഴിച്ചുകൊണ്ട് വീടിൻ്റെതാകുന്ന മുറ്റത്ത് മുഴുവൻ, ഏക്കർ മുഴുവനും പന്തലിട്ട് ലക്ഷക്കണക്കിന് രൂപകൾ അതിനുവേണ്ടി പൊടിച്ചു കളയുന്നത്. സിനിമാക്കാരെ വിളിക്കുന്നു, ഗാനമേളക്കാരെ വിളിപ്പിക്കുന്നു. അർദ്ധനഗ്നയാകുന്ന സ്ത്രീകൾ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വാദ്യമേളങ്ങളോടൊപ്പം സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റുന്ന കല്യാണം. ആരാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചത്? വലിയ വലിയ മഹല്ലിന്റെ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, 5 ഹജ്ജ് ചെയ്ത ഹാജിയാർ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അന്യപെണ്ണിനെ ക്ഷയിക്കാൻ കൊടുക്കാൻ കാത്തു നിൽക്കുന്നതാകുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.